നമസ്കാരം കൂട്ടുകാരെ, നമ്മളിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിലെ പടിഞ്ഞാറക്കര ബീച്ചിലാണ്. പടിഞ്ഞാറക്കര ബീച്ചിൽ നിന്ന് പൊന്നാനി ഹാർബറിലേക്കുള്ളൊരു യാത്ര. ഞാനും എൻ്റെ സുഹൃത്തുക്കളും കൂടെ കൂടി പൊന്നാനി ഹാർബർ കാണാൻ വേണ്ടി പോവാണ്. ഞങ്ങളൊരു കല്യാണത്തിന് വന്നതാണ്. അപ്പോൾ തിരിച്ച് പോകുന്നതിന് മുമ്പ് പൊന്നാനി ഹാർബറും കൂടെ ഒന്ന് കണ്ടിട്ട് പോകാനുള്ള ആഗ്രഹത്തോടു കൂടി ഞങ്ങൾ വന്നതാണ്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ മനസ്സിലായത് പൊന്നാനിയിലേക്ക് പടിഞ്ഞാറക്കര ബീച്ചിൽ നിന്ന് ബോട്ട് സർവീസ് ഉണ്ടെന്ന്. അപ്പം എല്ലാ 20-25 മിനിറ്റിൽ ഈ ബോട്ട് സർവീസ് അവൈലബിൾ ആണ്. അപ്പം ഞങ്ങൾ ഒരു ബോട്ടിന് കയറി നേരെ പൊന്നാനി ഹാർബറിലേക്ക് പോവുകയാണ്. ആ കാഴ്ചകളാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. ഭാരതപ്പുഴയിലൂടെയാണ് ഈ ബോട്ട് സർവീസ് ഉള്ളത്. ഭാരതപ്പുഴയും അറബിക്കടലും കൂടെ ചേരുന്ന സ്ഥലമാണ് നമുക്ക് ഇതിൻ്റെ അടുത്ത് തന്നെ ഉള്ളത്. പൊന്നാനി ഹാർബറിൻ്റെ പ്രത്യേകതയും അതാണ്. ഭാരതപ്പുഴയോടും അറബിക്കടലിനോടും ചേർന്നിരിക്കുന്ന സ്ഥലത്താണ് പൊന്നാനി ഹാർബർ സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിൽ വളരെയേറെ സംഭാവനകൾ ചെയ്യുന്ന വളരെ ചരിത്രപ്രധാനമുള്ളൊരു സ്ഥലമാണല്ലോ പൊന്നാനി ഹാർബറും അതിൻ്റെ പരിസര പ്രദേശങ്ങൾ. ഈ വലസൈഡിൽ കാണുന്നതാണ്, നിങ്ങളിപ്പോൾ കാണുന്നതാണ് പടിഞ്ഞാറക്കര ബീച്ച്. അതിമനോഹരമായ ഒരു ബീച്ചാണ്. വീക്കെൻഡിലൊക്കെ ഭയങ്കര തിരക്കുള്ള ഒരു ബീച്ചാണത്. ഈ ബോട്ട് യാത്രയിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാഴ്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മത്സ്യബന്ധനത്തിന് പോകുന്ന വള്ളങ്ങളും ബോട്ടുകളും ഒക്കെ അതിൽ കായലിൽ തന്നെ ഭാരതപ്പുഴയിൽ തന്നെ നങ്കൂരം ഇട്ടിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും. ദൂരേന്ന് പോകുമ്പോൾ തന്നെ നമുക്ക് ആ ബോട്ടുകളെല്ലാം കാണാൻ പറ്റും. പക്ഷെ അടുത്ത് വരുന്തോറും ഉണ്ടല്ലോ അതിൻ്റെ മനോഹാരിത കൂടി വരും. വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ചയായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. കടലും കാഴ്ചകളും എന്നും വളരെ സൗന്ദര്യം നിറഞ്ഞതാണ്. ഞങ്ങളും അങ്ങനെ ഒരു കാഴ്ചയാണ് ഞങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ ബോട്ട് ഹാർബറുമായിട്ട് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ബോട്ടിൻ്റെ ഇടത് സൈഡിലും വലത് സൈഡിലും ഒക്കെ ആയിട്ട് ഇതുപോലെ ഒരുപാട് ഫിഷറീസ് ബോട്ടുകൾ നമുക്ക് കാണാൻ പറ്റും. ഇതെല്ലാം മീൻപിടുത്തം കഴിഞ്ഞ് വന്ന് വിശ്രമിക്കുന്ന ബോട്ടുകളാണ്. ഇതെല്ലാം നങ്കൂരമിട്ട് അവിടെ ഇട്ടിരിക്കുന്നു. ഇനി പിറ്റേ ദിവസം അത് പോകാൻ സമയമാകുമ്പോൾ ഇവരിവിടുന്ന് ഹാർബറിലോട്ട് പോയി അവിടെ നിന്നാണ് ഇവരുടെ പോക്ക്. ഇതെല്ലാം ചെറിയ വഞ്ചികളാണ്. ഇത് പോയി ഒരു ദിവസം കൊണ്ട് പോയി വന്ന് മീൻ പിടിച്ച് തിരിച്ചു വരുന്ന അങ്ങനെയുള്ള ടൈപ്പ് ബോട്ടുകളും വള്ളങ്ങളും ഒക്കെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കും. വളരെ വലിയ സൈസിലുള്ള ബോട്ടുകളും ഉണ്ട്, എന്നാൽ തീരെ ചെറുതും ഉണ്ടായിരുന്നു നമുക്കിവിടെ കാണാൻ പറ്റി. കാഴ്ചകളെല്ലാം വളരെ വ്യത്യസ്തമായിരുന്നു. വളരെ കളർഫുൾ ആയിട്ടുള്ള കാഴ്ചകൾ. എല്ലാ ബോട്ടിൻ്റെയും ഫ്രണ്ടിൽ ഇന്ത്യയുടെ പതാക ഉണ്ടാവും. മിക്കവാറും എല്ലാം കടലിൽ ഒരുപാട് ഉള്ളിലേക്ക് പോകുമ്പോൾ അത് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. കാഴ്ചകളെല്ലാം വളരെ വ്യത്യസ്തമായിരുന്നു. അതുപോലെ വളരെ ഇഷ്ടപ്പെട്ടൊരു കാഴ്ച, നമ്മുടെ മനസ്സിന് സന്തോഷവും കുളിർമയൊക്കെ ഏകുന്ന ഒരു കാഴ്ച. എന്നെ സംബന്ധിച്ചുള്ള എനിക്കും ഇതുപോലൊരു ആദ്യമായിട്ടൊരു അനുഭവമായിരുന്നു ജീവിതത്തിൽ. ഇതുപോലെ ഇങ്ങനെയൊന്നും കാണാൻ ഇതിനു മുമ്പ് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. വളരെ സന്തോഷം തോന്നി, അതുപോലെ എക്സൈറ്റ്മെന്റ്. ഹാർബറോട് അടുക്കും തോറും നമുക്ക് വലിയ ബോട്ടുകളൊക്കെ കാണാൻ പറ്റി. ഞങ്ങൾ ഏകദേശം ഹാർബറിനോട് എടുക്കാറായി. നമ്മൾ ഹാർബറിലോട്ട് എത്തുന്ന വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഉൾക്കടലിലോട്ടൊക്കെ മത്സ്യബന്ധനത്തിന് പോകുന്ന ബോട്ടുകളാണ് ഇതെല്ലാം. നോക്കി എത്ര ഹെവിയാണ് ഈ ബോട്ടുകൾ എന്നല്ലേ. ഇതൊക്കെ ഇടത്തരം വലിപ്പമുള്ളതായിരിക്കും. ഇതിനെക്കാട്ടിലും വലുതുണ്ടായിരുന്നു. നമ്മൾ വരുന്ന വഴിക്ക് കണ്ടായിരുന്നു അത് കിടക്കുന്നതൊക്കെ. അറ്റകുറ്റപ്പണികൾക്കും മറ്റുമൊക്കെ ആയിട്ട് നിർത്തിയിട്ടിരിക്കുന്നതാണ്. അപ്പോൾ ഈ ബോട്ടുകളിൽ നമ്മളിപ്പോൾ കാണുന്നത് ഇതെല്ലാം ഭാരതപ്പുഴയുടെ തീരത്താണ് ഇതെല്ലാം പാർക്ക് ചെയ്തേക്കുന്നത്. ഈ പൊന്നാനി ഹാർബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭാരതപ്പുഴയുടെ സൈഡിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നതും ഈ ബോട്ട് വന്ന് നിൽക്കുന്നതും ക്രയവിക്രയങ്ങളൊക്കെ നടക്കുന്നതെല്ലാം ഇവിടെ വെച്ചിട്ട് തന്നെയാണ്. ഇതെല്ലാം ഭാരതപ്പുഴയുടെ തീരത്താണ്. ഈ ഭാരതപ്പുഴയുടെ തീരത്തായതുകൊണ്ട് തന്നെ പ്രകൃതിദത്തമായിട്ടുള്ള ഒരുപാട് ജലപാതകൾ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഗവൺമെൻറ്റിനോ അല്ലെങ്കിൽ അതോറിറ്റിക്കോ പുതിയൊരു പാത തെളിയിക്കേണ്ട കാര്യമൊന്നും അവർക്കില്ല. പ്രകൃതിദത്തമായിട്ടുള്ള വഴികളുണ്ട്. അപ്പോൾ അതാണ് ഈ പൊന്നാനി ബീച്ചിൻ്റെ ഒരു പ്രത്യേകത. കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിൽ നല്ല സംഭാവനകൾ നൽകുന്നതാണ് ഈ പൊന്നാനി ബീച്ച്. ബീച്ചിൻ്റെ ഫെസിലിറ്റീസ് ഒക്കെ കണ്ടപ്പോൾ വളരെ അത്ര വലിയ സൗകര്യങ്ങളൊന്നും ഉണ്ടതായിട്ട് തോന്നിയില്ല. ഇപ്പം മനസ്സിലായത് കേരള സർക്കാരിൻ്റെ ആധുനികവൽക്കരണമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അതിനുള്ള പ്ലാനും
ടെസ്റ്റ് മീറ്റും ഒക്കെ കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഡെവലപ്മെൻറ്റ് വർക്ക് നടക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. വന്നപ്പോൾ തന്നെ തോന്നിയ ഒരു സംശയമാണ്, ഇവിടുന്ന് കിട്ടുന്ന മീനുകൾ എന്തൊക്കെയായിരിക്കും. ഇപ്പോൾ മനസ്സിലായി, ഇവിടുന്ന് 2 തരം മത്സ്യങ്ങൾ നമുക്ക് കിട്ടും. കടൽ മത്സ്യങ്ങളും പിന്നെ ശുദ്ധജല മത്സ്യങ്ങളും. കടൽ മത്സ്യങ്ങളാണ് മത്തി അല്ലെങ്കിൽ ചാള എന്ന് പറയും, അയില, ചൂര, നെയ്മീൻ, കൊഴുവ, ആവോലി, കണവ, മഞ്ഞപ്പാര, കിളിമീൻ, ചെമ്മീൻ, കടൽ ഞണ്ട്, പിന്നെ ലോബ്സ്റ്റർ. ഇതൊക്കെയാണ് ഇവിടുന്ന് കിട്ടുന്ന മീനുകൾ. നമ്മളിപ്പോൾ കാണുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കടലിൽ നിന്ന് വന്ന ബോട്ടിൽ വേസ്റ്റ് വന്ന മീനുകളാണ്. അത് നമുക്ക് ഭക്ഷ്യയോഗ്യമല്ല. 2 സഹോദരന്മാരാണ്, അവരാണ് അത് കോൺട്രാക്ട് എടുത്തേക്കുന്നത്. ആ മീനുകളൊക്കെ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇത് തമിഴ്നാട്ടിലേക്കും അല്ലെങ്കിൽ കേരളത്തിൻ്റെ മറ്റ് സ്ഥലങ്ങളിലോട്ടും പോകും. ഇതൊക്കെ വളമായിട്ടാണ് പോകുന്നത്. ഇതൊന്നും ഭക്ഷ്യയോഗ്യമല്ല. അവിടുത്തെ പന്നി ഫാമിലേക്കും പിന്നെ കൃഷിയുടെ ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ടാണ് ഈ മീൻ പോകുന്നത്. ഇവർ 2 പേരുമാണ് ആ വരുന്ന ബോട്ടിനകത്തുനിന്ന് ഈ മീൻ കോൺട്രാക്ട് എടുത്ത് ഇവരത് ശേഖരിച്ച് മറ്റുള്ളവർക്ക് വിൽക്കും. അപ്പം കടലുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് ബിസിനസ്സുകൾ ഇവിടെ നടക്കുന്നുണ്ട്. നമുക്കത് വന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. നിങ്ങൾ നോക്കിയേ, മീനിൻ്റെ ക്വാളിറ്റി കണ്ടോ? ഇത് മിക്കതും മത്തിയാണ്. മത്തി പിന്നെ മറ്റേത് മീനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇതെല്ലാം പോകുന്നത് വളത്തിനായിട്ടാണ്, വളത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പോകുന്നത്, കേരളത്തിനകത്തും പുറത്തും ഒക്കെ ആയിട്ട്. ഒരുപാട് ബോക്സുകളുണ്ട് ഇതുപോലെ. എല്ലാ വള്ളത്തിനകത്തുനിന്നും അവർ ശേഖരിക്കുകയാണ്. ഓരോ വള്ളത്തിനകത്ത് കയറി അവരും ബോട്ടുകാർക്ക് പൈസ കൊടുത്തിട്ടാണ് അവരിത് മേടിക്കുന്നത്. അത് എന്നിട്ട് അവസാനം എല്ലാം കൂടെ ഒരുമിച്ചാക്കി ഇതിൻ്റെ വേണ്ടവർ വരുമല്ലോ, അപ്പോൾ അവർക്ക് വിൽപ്പന ചെയ്യാണ് പരിപാടി. അതാണ് ഞാൻ ആ വീഡിയോ എടുത്തോട്ടെ എന്ന് ചോദിച്ചപ്പം അവരെടുത്തോളാനും പറഞ്ഞു. അവരുടെ പെർമിഷനോട് കൂടിയിട്ടാണ് ഈ വീഡിയോ എടുത്തത്. നല്ല സ്നേഹമുള്ള ആൾക്കാരാണ് അവിടെ കണ്ടത്, നമ്മളോട് സഹകരിക്കാനൊക്കെ. നേരെ ഐസ് ഇട്ടിട്ട് അവരത് പാക്ക് ചെയ്ത് വെക്കുകയാണ് ചെയ്യാറുള്ളത്. പിന്നെ അവിടെ അതിനുവേണ്ടി തയ്യാറായിരിക്കുന്ന വണ്ടിയിൽ കയറ്റി വിടുകയാണ്. ഇതാണ് അതിൻ്റെ ഒരു പ്രോസസ്സ്. ഇതിനൊക്കെ ലേലംവിളികൾ നടന്നിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് അവർക്കൊരു വെണ്ടർ ഉണ്ടാവും ഇത് മേടിക്കുന്നത്. അവരായിരിക്കും ഇത് കൊണ്ടുപോകുന്നത് ഇവിടുന്ന്. പിന്നെ അത് അവിടെ ചെന്നതിന് ശേഷം പിന്നെ അവിടെ ഡിസ്ട്രിബ്യൂട്ട് ആയി പോകുമല്ലോ ആവശ്യക്കാർക്ക്, റീറ്റെയിലായിട്ട് ഹോൾസെയിലൊക്കെ ആയിട്ട്. ഒരു കടലുമായി ബന്ധപ്പെട്ട എന്തുമാത്രം ബിസിനസ്സുകളും നമ്മുടെ സമ്പദ് വ്യവസ്ഥ എങ്ങനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ വന്നാലേ മനസ്സിലാവുള്ളൂ. ഇങ്ങനൊരു കാഴ്ച ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതിയൊരു കാഴ്ച തന്നെയാണ്. ഈ കിടക്കുന്ന എല്ലാ ബോട്ടിൽ നിന്നും അവർ ഇതുപോലെ മീൻ ശേഖരിക്കാറുണ്ട്. കാരണം വേർതിരിച്ച് വരുന്ന മീനുകളൊക്കെ ഉണ്ടാവുമല്ലോ, പിന്നെ ഉപയോഗിക്കാൻ പറ്റാത്തതും ഒക്കെ ആയിട്ട്. ഇപ്പം നമ്മൾ കാണുന്ന മീനാണ് അവർ കൊണ്ടുപോയ മീനല്ല, ഉപയോഗിക്കാൻ പറ്റാത്ത മീനെന്ന് ഞാൻ പറഞ്ഞില്ല. ആ മീനാണ് ഇപ്പോൾ അത് ഐസ് ഇട്ടിട്ട് അവിടെ അതിനുവേണ്ടി തയ്യാറായിരിക്കുന്ന വണ്ടിയിലേക്ക് കയറ്റാനുള്ളൊരു പ്രോസസ്സാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് തൊഴിലാളികളുണ്ട് ഇതിനു വേണ്ടി തന്നെ ചെയ്യാനായിട്ട്. ഇതിനുവേണ്ടി മീൻ ശേഖരിക്കാനും അത് ഐസ് ഇടാനും അത് വണ്ടിയിലോട്ട് കയറ്റാനൊക്കെ ആയിട്ട്. ഇപ്പോൾ എത്ര പേർക്ക് തൊഴിലുകൾ ലഭിക്കുന്നു എന്നുള്ളതിൻ്റെ നേർക്കാഴ്ചയാണ് ഇതുമായി ബന്ധപ്പെട്ട അനുബന്ധ സ്ഥാപനങ്ങൾ. നമ്മളിപ്പോൾ കാണുന്ന കാഴ്ചയാണ് ആ ഐസ്, അതിനുവേണ്ടി തയ്യാറാക്കുന്ന ഐസ് അവർ റെഡിയാക്കി ഐസ് പൊടിച്ച് ഐസ് ഇടുന്ന സമയത്ത് തന്നെ മീനും ഇടും. അപ്പോൾ 2-3 ദിവസമൊക്കെ ട്രാവൽ ചെയ്യാനുള്ളതുകൊണ്ട് ഇതിങ്ങനെ ഇതിക്കുള്ള അഴുകാതെ നിൽക്കുന്നുള്ളതാണ്. നമുക്കറിയില്ലല്ലോ എത്ര ദൂരം ട്രാവൽ ചെയ്യണം. പക്ഷെ അവരത് വളരെ വൃത്തിക്ക് അത് പാക്ക് ചെയ്ത് അതിൻ്റെ വേണ്ട രീതിയിൽ സജ്ജീകരിച്ചിട്ടാണ് ഇവിടുന്ന് അത് അയക്കുന്നത്. അപ്പം നമ്മൾ ആലോചിച്ച് നോക്കി, ഡെയിലി ഇങ്ങനെ ഒരു പ്രോസസ്സ് അവിടെ നടക്കുന്നു എന്നുള്ളതാണ്.
എത്ര ടണ്ണ് കണക്കിന് സാധനമായിരിക്കും അല്ലേ ആഴ്ചയിൽ ഇവിടെ നിന്ന് കയറി പോകുന്നത്. നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അത് നമ്മുടെ അടുത്തുള്ള ഫാമുകളിലേക്കും കൃഷി സ്ഥലങ്ങളിലുമൊക്കെ പോയി അതിന് തൊട്ടടുത്തുള്ള കാഴ്ചയാണ്. നല്ല മീനാണ് ഇത്, നല്ല ഫ്രഷ് അയിലയായിരുന്നു അന്ന് രാവിലെ ഹാർബറിൽ വന്ന ഫിഷ്. അപ്പോൾ അതിൽ ലേലം വിളിച്ചെടുത്ത ആള് അവർ അതിനെ ക്രമീകരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഐസും മീനും കൂടെ ഒരുമിച്ചിട്ട് അത് കൃത്യമായിട്ട് പാക്ക് ചെയ്ത് അതിനുവേണ്ടി തയ്യാറായിരിക്കുന്ന വണ്ടിയിലേക്ക് കയറ്റി വിടുന്ന ഒരു പ്രൊസീജിയർ. ഏകദേശം 20-25 കിലോ വരും ഒരു ബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ ചെല്ലുന്ന സമയത്ത് അവിടെ അയലയാണ് അവർ അടുക്കിക്കൊണ്ടിരുന്നത്. അയലയുടെ ലേലം വിളിയൊക്കെ കഴിഞ്ഞു, അത് അയക്കാനുള്ള ഒരു സജ്ജീകരണമാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്രത്തോളം കായികാധ്വാനം വേണ്ടിയ ഒരു ജോലിയാണെന്ന്. അതല്ലേ, കണ്ടിന്യൂസ് ആയിട്ട് അവിടെ വെച്ച് തന്നെ അത് തൂക്കം നോക്കുക, അപ്പം തന്നെ ഐസ് ഇടുക, മീനിടുക, പാക്ക് ചെയ്ത് അതത് വണ്ടിയിൽ കയറ്റി വിടുക. ഈ സമയത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ കാണാൻ പറ്റുന്ന സ്ഥിരം കാഴ്ച ഇത് തന്നെ ആയിരിക്കും അല്ലേ. ഐസ് ഇടുക, ഐസ് മീനും കൂടെ ചേർക്കുക, പിന്നെ അതത് വണ്ടികളിലേക്ക് അതിനെ മാറ്റുക എന്നുള്ള പ്രോസസ്സാണ് ഈ സമയത്ത് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ തകൃതിയായിട്ട് തന്നെ എല്ലാവരും വളരെ ഉത്സാഹത്തോടു കൂടി തന്നെ ആ ഒരു ജോലിയിൽ വളരെ ഏർപ്പെടുന്നത് കണ്ടു. ഉച്ച സമയം നല്ല ചൂട് കൊണ്ടായിരുന്നു. അതൊന്നും അവർക്ക് വലിയ ബാധകമല്ലെന്ന് തോന്നുന്നു. കാര്യം അവരുടെ സ്ഥിരം തൊഴിലിടമാണല്ലോ ഇത്. അപ്പം അതിനെല്ലാം അഡ്ജസ്റ്റ് ആയി പോകാൻ അവർക്ക് സാധിക്കുമായിരിക്കും. ഞങ്ങളും ആ ഹാർബറിൻ്റെ ആ സൈഡെല്ലാം നോക്കി നടന്ന് കണ്ടു. ഒരു ദിവസം എത്ര ടണ്ണായിരിക്കും ഇവിടുന്ന് കയറി പോകുന്നത് അല്ലെ, എത്രത്തോളം വണ്ടികളാണ് വരുന്നത്. ഈ കാണുന്നത് ഇന്ന് അവിടുന്ന് പിടിച്ച മീനുകളെയാണ് കാണുന്നത്. നല്ല നെയ്മീൻ ഉണ്ടായിരുന്നു, ചെറിയ സ്രാവ് ഉണ്ടായിരുന്നു, പിന്നെ പലതരത്തിലുള്ള പ്രോൺസ് ഉണ്ടായിരുന്നു. നല്ല അത്യാവശ്യം നല്ല വലിപ്പം ഉണ്ടായിരുന്നു എല്ലാത്തിനും. തൊട്ടടുത്ത് തന്നെ നമുക്കൊരു കട കാണാൻ സാധിച്ചു. ആ കടയിലാണ് നമുക്ക് ഇത്രയും സാധനങ്ങൾ കാണാൻ പറ്റിയത്. ആ മാർക്കറ്റിൽ തന്നെ നമുക്ക് റീറ്റെയിലായിട്ടും കിട്ടുന്നു എന്നുള്ളതാണ് കാര്യം. നല്ല ഫ്രഷ് കൊഞ്ച്. ഇത് പിടിച്ചിട്ടൊന്നും അധികം സമയവും ആയിട്ടില്ല. എന്തെത്തരം വെറൈറ്റി മീനുകളുണ്ടെന്ന് നമുക്ക് അവിടെ ചെന്ന് കഴിയുമ്പോഴേ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാവുകയുള്ളൂ അല്ലേ. ഫസ്റ്റ് ക്വാളിറ്റി ഐറ്റം എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഇതിലെ മീനിൻ്റെ പഴക്കവും വളരെ പ്രധാനം തന്നെയാണ്. നമുക്ക് പിടിച്ചു കഴിഞ്ഞ് വളരെ പെട്ടെന്ന് തന്നെ അത് കഴിക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ആ മീനിൻ്റെ രുചി കിട്ടും. പിന്നെ സ്വാഭാവികമായിട്ടും മീൻ നമ്മുടെ കയ്യിലെത്താൻ താമസിക്കും തോറും പിന്നെ ഐസൊക്കെ ഇട്ട് വരുമ്പോഴൊക്കെ ഉണ്ടാകുന്ന ഒരു രുചിയുടെ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാം. നല്ല ഫ്രഷ് മീൻ വേണമെങ്കിൽ ഇതുപോലെ മാർക്കറ്റുകളിൽ ചെല്ലുക, ആവശ്യമുള്ളത് മേടിക്കുക, വീട്ടിൽ പോയി പാകം ചെയ്ത് കഴിക്കുക. അപ്പോൾ നമുക്ക് അസൽ ആ ടേസ്റ്റ് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് കിട്ടും. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന മീനുകളെല്ലാം തിരിച്ചൊരു വണ്ടിയിലോട്ട് കയറി പോകുന്നൊരു കാഴ്ചയാണ്. അതത് ആ ഓരോരോ ആൾക്കാർ ലേലം വിളിച്ചിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ അവർ ക്രമീകരിച്ചിരിക്കുന്ന വണ്ടിയിലേക്ക് മീൻ കയറി പോകുന്നൊരു പ്രോസസ്സാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കാണുന്ന അയലയാണ് ഇപ്പോൾ ആ വണ്ടിയിലോട്ടെല്ലാം കയറ്റിക്കൊണ്ടിരിക്കുന്നത്. നോക്കിയേ എത്ര നീറ്റായിട്ടാണ് അത് അടുക്കി വെച്ചിരിക്കുന്നത്. ഐസൊക്കെ ഇട്ട് കാണുമ്പോൾ തന്നെ നല്ല രസമുണ്ട് കാണാനുണ്ട് ആ കാഴ്ചകൾ. ഇതുപോലെ ഇഷ്ടം പോലെ ബോക്സുകളാണ് ആ സമയത്തോട്ട് അടുക്കി വെച്ചിരുന്നത്. നമുക്ക് നിങ്ങളെ കാണിക്കാൻ പറ്റിയ അത്രയും ഞാൻ വിഷ്വൽസ് എടുത്തിട്ടുണ്ട്. നോക്കി ഇതുപോലെ പല തട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇതുപോലെ മീൻ അടുക്കി വെച്ച് അതത് വണ്ടിയിലേക്ക് അവർ കയറ്റിക്കൊണ്ടിരിക്കുന്ന ആ ഒരു പ്രോസസ്സ്. ആ മീനൊക്കെ പറഞ്ഞാൽ വളരെ നല്ല ഫ്രഷ് മീനാണ്, നല്ല തിളക്കമുള്ള മീനുകളായിരുന്നു. പിന്നെ ആ തൊട്ട് സൈഡിൽ ഞാൻ പറഞ്ഞതുപോലെ കുറച്ച് മുമ്പ് ആ ഭക്ഷ്യയോഗ്യമല്ലാതിരുന്ന മീനുണ്ടല്ലോ, ആ മീനാണ് ഇപ്പോൾ അവരുടെ കയറ്റിക്കൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി ക്രമീകരിച്ചിരിക്കുന്ന വണ്ടിയിൽ ആ വണ്ടിയുടെ പൊക്കത്തിനൊപ്പം എത്താനായിട്ട് 4 മീൻ പെട്ടിയാണ് വെച്ചേക്കുന്നത്. നിന്നിട്ട് വേണം അത് ആൾക്കാർക്ക് അങ്ങോട്ട് കയറ്റാനായിട്ട്. ഭയങ്കര കായികത്വനം വേണ്ട ഒരു ജോലിയാണെന്ന് നമുക്ക് പിന്നെയും നമുക്ക് മനസ്സിലാവും ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ.
ഹാർബറിൽ ഈ സമയത്ത് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ച ഈ പാക്കിംഗ് ചെയ്യുന്ന വണ്ടിയിലോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ പറ്റുന്നത്. ഇപ്പോൾ സമയം ഏകദേശം 12:30-1 മണിയോട് എടുത്തിരുന്നു. ആ കാഴ്ചകളാണ് ആ മാർക്കറ്റിൽ ഈ സമയത്ത് ചെന്ന് നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ ഇങ്ങനെയുള്ള മീനുകൾ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ എത്തുമ്പോഴത്തേക്കിന് 2 ദിവസമൊക്കെ താമസിച്ചായിരിക്കും നമ്മുടെ കയ്യിൽ ആ മീനുകൾ എത്തുക. അപ്പം ഫ്രഷ് ആയിട്ടുള്ള ഒരു മീൻ കാണണമെങ്കിൽ നമുക്ക് ഹാർബറിൽ തന്നെ വരണം. പിന്നെ അവിടെ മേടിക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ നമ്മളത് മേടിക്കുക. അത് പാകം ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക, നമുക്ക് ആ ശരിക്കുള്ളൊരു മീനിൻ്റെ ടേസ്റ്റ് കിട്ടും. 2 ദിവസമൊക്കെ താമസിച്ച് നമ്മുടെ കയ്യിൽ ഒരു മീൻ എത്തുമ്പോൾ അതിന് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാകും. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ചേട്ടൻ ആ മീൻ അതെന്തോ ഇടുന്നത് കണ്ട് എനിക്ക് മനസ്സിലായില്ല ശരിക്കും അതെന്തോ ഇട്ടിരുന്നത് ഉപ്പാണോ അതോ എന്താ എനിക്കൊന്നും മനസ്സിലായില്ല. അതിൻ്റെ തൊട്ടടുത്ത് വേറൊരു കട കണ്ട് ഒരു ചേട്ടനെ കണ്ട്. അപ്പോൾ പുള്ളിയുടെ ആ കടയുടെ വിശേഷങ്ങളും അങ്ങോട്ടിരിക്കുന്ന മീനിൻ്റെ കാര്യങ്ങളൊക്കെയാണ് പുള്ളിയോട് ചോദിച്ചത്. പുള്ളി നമുക്ക് കൃത്യമായിട്ട് ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. ഞങ്ങളതിൽ പോയപ്പോൾ ഞങ്ങളോട് വിളിച്ചു. അപ്പം ഞങ്ങൾ ചേട്ടനോട് പോയി വിശേഷങ്ങളൊക്കെ പറഞ്ഞപ്പോൾ പുള്ളിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരികയായിരുന്നു. ഇതൊക്കെയാണ് പുള്ളിക്ക് ഇന്ന് അവിടെ വിൽക്കാൻ വെച്ചിരിക്കുന്നത് മീൻ. പുള്ളി മാത്രമല്ലായിരുന്നു, പുള്ളിയുടെ കൂടെ കുറച്ച് പേരും ഉണ്ടായിരുന്നു. അവരെയൊക്കെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നു. അവരുടെ ഒരു ദിവസത്തെ ജോലിയും അതിൻ്റെ കാര്യങ്ങളുമൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നു. നല്ല സ്നേഹമുള്ള ചേട്ടന്മാരാണ് ഇവിടെ ഉള്ളത്. വളരെ ഫ്രണ്ട്ലി നേച്ചർ. വളരെ സന്തോഷം തോന്നി നമ്മളോട് സഹകരിക്കുകയും നമ്മൾക്ക് വിവരങ്ങൾ പറയുകയും വിശേഷങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്തു തന്നു. ചോദിച്ചു, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവരാരുടെയെങ്കിലും കൂട്ടുകാരുടെ കൂടി കടലിൽ പോകണമെങ്കിലോ അതിൻ്റെ വീഡിയോ ഒക്കെ എടുക്കണമെങ്കിലോ അവരെ നിങ്ങൾ ക്രമീകരണം ചെയ്തു തരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചേട്ടാ ഞങ്ങളിപ്പോൾ ഒരു കല്യാണത്തിന് വേണ്ടി വന്നതാണ്, അതിൻ്റെ കല്യാണം കഴിഞ്ഞ് തിരിച്ച് പോകണം വൈകിട്ട്, അപ്പോൾ പിന്നീട് ഒരു അവസരത്തിലാവാമെന്നൊക്കെ പറഞ്ഞു. പിന്നീട് അവസരത്തിൽ വരുമ്പോൾ പറയാം, അവർ അതിനുള്ള ക്രമീകരണം ചെയ്തു തരാമെന്നൊക്കെ പറഞ്ഞു. വളരെ സന്തോഷത്തോടെ ഞങ്ങളോട് ആ കടയിൽ നിന്ന് സംസാരിച്ച് ഞങ്ങൾ പൊന്നാനി ഹാർബറിൽ ഞങ്ങൾ കണ്ട വളരെ വ്യത്യസ്തമായ മറ്റൊരു കാഴ്ചയായിരുന്നു ഒരു പരുന്തും ഒരു ചേട്ടനും. അപ്പോൾ പരുന്തിൻ്റെ യാത്ര മൊത്തം ഇപ്പോൾ ബൈക്കിൻ്റെ ഫ്രണ്ടിൽ ഇരുന്നിട്ടാണ്. ഏതൊരു സാഹചര്യത്തിലെ സുഹൃത്തുക്കളായവരാണ് അവർ. ആ കാഴ്ച ഞങ്ങളിങ്ങനെ കുറച്ച് നേരം നോക്കി നിന്നു. പിന്നെ ഞങ്ങൾ നേരെ പോയത് മത്സ്യബെഡിൻ്റെ ഡീസൽ ബങ്കിലേക്കാണ്. അപ്പോൾ ഇവിടുന്ന് പുറപ്പെടുന്ന ബോട്ടുകളെല്ലാം ഡീസൽ അടിക്കുന്നത് ഇവിടെ നിന്നാണ്. അവർക്ക് വേണ്ട ഡീസലെല്ലാം ശേഖരിച്ച് വെക്കുന്നതും ഇവിടെ നിന്നാണ്. ഞങ്ങൾ പിന്നെ പതിയെ ഹാർബറിൻ്റെ പുറത്തോട്ട് നടന്നു. അവിടെയാണ് ചെന്നപ്പോൾ മനസ്സിലായി അവിടെ എന്തോ ഒരു ഇൻഫ്രാസ്ട്രക്ചർ മെയിൻ്റനൻസ് വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ആ ഹാർബറിലേക്ക് എത്തുന്ന വണ്ടികളെല്ലാം പാർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു വിശാലമായിട്ടുള്ള ഒരു പാർക്കിംഗ് സ്പേസും അവിടെയുണ്ട്. അപ്പം ഇവിടെ നിന്നാണ് മീൻ നിറച്ചതിന് ശേഷം വണ്ടി വിട്ടു പോകുന്നത്. പിന്നെ മീൻ നിറയ്ക്കാനുള്ള വണ്ടികളെല്ലാം വന്ന് പാർക്ക് ചെയ്യുന്ന ഒരു ഏരിയയാണ്. അത്യാവശ്യം നല്ല സ്പേസ്, നല്ല പാർക്കിംഗ് സ്പേസ് ഉള്ളൊരു ഏരിയയാണ് ഞങ്ങൾ കണ്ടത്. പിന്നെ അതിൻ്റെ സൈഡിലെല്ലാം നമുക്ക് കാണാൻ പറ്റും ഈ മത്സ്യത്തൊഴിലാളികളുടെ വലകളെല്ലാം ഇട്ടേക്കുന്നു. പിന്നെ ഇതൊരു പണ്ടത്തെ ഒരു പഴയ ബോട്ടാണെന്ന് തോന്നുന്നു. അത് ജീർണിച്ച അവസ്ഥയിലാണ് ആ ബോട്ട് കൊണ്ട് ആ സൈഡിൽ. പിന്നെ അവർ വന്ന വാഹനങ്ങളും ഒക്കെ ആയിട്ട് ഇതൊക്കെയാണ് ആ പരിസരത്ത് നമുക്കിവിടെ കാണാൻ സാധിച്ചത്. കാഴ്ചകളെല്ലാം ഒരുപാട് അവിടുത്തെ പകർത്തി കഴിഞ്ഞ് ഞങ്ങൾ പതുക്കെ ആ കോമ്പൗണ്ടിൻ്റെ വെളിയിലിറങ്ങി. അപ്പം അങ്ങനെയാണ് അവിടെ ഒരു സർക്കാർ സ്ഥാപിച്ചൊരു ബോർഡ് കണ്ടത്. അപ്പം നിയമപ്രകാരമായി അവിടുന്ന് പിടിക്കാൻ പറ്റുന്ന മീനുകളും അതിൻ്റെ സൈസുമാണ് അവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. എന്തുതരം വ്യത്യസ്തമായ മീനുകളുണ്ടെന്ന് നമുക്ക് ഇവിടുന്ന് നോക്കിയപ്പോഴാണ് നമുക്കത് മനസ്സിലാകുന്നത്. ഈ മീനെല്ലാം അവിടെ അവൈലബിൾ ആണെന്ന് തോന്നുന്നു. കമ്മീഷൻ സംസ്ഥാന മത്സ്യബന്ധന വകുപ്പ് പുറപ്പെടുവിച്ചതാണ്. അപ്പോൾ അതവിടെ വലിയൊരു ബോട്ടിനകത്ത് അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. പിന്നെ ഹാർബറിനോട് തൊട്ടടുത്ത് തന്നെ ഒരു ഫിഷറീസ് സ്റ്റേഷനുണ്ട്. മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുക. കേരള സർക്കാരിൻ്റെ ഫിഷറീസ് വകുപ്പിൻ്റെ അണ്ടറിലുള്ള ഒരു ഓഫീസാണിത്. സ്വാഭാവികമായിട്ടും ഇതുമായി ബന്ധപ്പെട്ട നിയമാനുസൃതമായ കാര്യങ്ങൾ ചെയ്യാനും കേട്ടുള്ളൊരു ഓഫീസായിരിക്കും അത്. ചില മത്സ്യത്തൊഴിലാളികളൊക്കെ ബോട്ടിൽ നിന്ന് വന്നവർ തിരിച്ചു പോകുന്ന കാഴ്ചകൾ, പിന്നെ ആൾക്കാരൊക്കെ വരാൻ തുടങ്ങി ഇത് കാണാനായിട്ട്. ഞങ്ങൾ ഏകദേശം 1.5 മണിക്കൂറോളം അവിടെ കറങ്ങി പൊന്നാനി ഹാർബറും പരിസരങ്ങളും ഒക്കെ കണ്ടു. മറ്റു കാര്യങ്ങളൊക്കെ മനസ്സിലായി. തിരിച്ച് ഞങ്ങൾ പടിഞ്ഞാറക്കര ബീച്ചിലോട്ട് തന്നെ പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കടവ് ബോട്ട് സർവീസ് പൊന്നാനി നഗരസഭയുടെ ഈ കിടന്ന വള്ളം കണ്ടത് ഒരു വലിയൊരു വള്ളമല്ല, ഒരു ബോട്ട്. അത് നമ്മൾ 4-5 ദിവസമൊക്കെ കടലിൽ പോകാനുണ്ടെങ്കിൽ ആ ബോട്ടാണ്, അങ്ങനെയുള്ള ബോട്ടുകളാണ് ഉപയോഗിക്കുന്നത്. പിന്നെ പൊന്നാനിയിൽ നിന്ന് പടിഞ്ഞാറക്കരയ്ക്ക് പോകാനുള്ള ആൾക്കാരൊക്കെ കയറി ഒരു കൊച്ചു യാത്രക്കാരനെ കണ്ടു ഞങ്ങളുടെ തിരിച്ചുള്ള യാത്രയിൽ.
ഞങ്ങൾ അങ്ങനെ തിരിച്ച് പടിഞ്ഞാറക്കര ബീച്ചിൽ തിരിച്ചെത്തി. പുറപ്പെട്ട സ്ഥലത്ത് തിരിച്ചെത്തി. വളരെ കൗതുകം നിറഞ്ഞൊരു കാഴ്ചയായിരുന്നു പൊന്നാനി. ഞാനും ജീവിതത്തിൽ ആദ്യമായിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു കാഴ്ച കാണുന്നത്. ഞാനും സുഹൃത്തുക്കളും എല്ലാം കൂടെ കൂടി തിരിച്ച് ഞങ്ങൾ പോവുകയാണ്. ഇതൊക്കെയാണ് ഞങ്ങൾ കണ്ട പൊന്നാനി ഹാർബറിലെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും തിരിച്ചു വരാം. എല്ലാവർക്കും നമസ്കാരം.